നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് കോവിഡ് ആശങ്ക പടർന്നു പിടിക്കുന്നതിനിടെ സംശയനിലയിലുള്ളത് 30,000-ഓളം പേരെന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുമായി അടുത്തിടപഴകിയവരും വിമാനത്താവളങ്ങളിൽ നിന്ന് സംശയ സാഹചര്യത്തിൽ മാറ്റിയവരെയും പ്രത്യേകം പാർപ്പിച്ചാണ് നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും 27,000 പേരും വിമാനത്താവളങ്ങളിൽ നടന്ന പരിശോധനയുടെ ഭാഗമായി നിരീക്ഷണ വിധേയമാക്കിയവർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇറ്റലിയിൽ നിന്നുള്ള 16 വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചതോടെ മുഴുവൻ വിമാനയാത്രക്കാരെയും പരിശോധനയ്ക്ക് വിധേയരാക്കി വരികയാണ്. ഇതിനായി കൂടുതൽ ജീവനക്കാരെയും സാങ്കേതിക സൗകര്യങ്ങളും വൈകാതെ എത്തും. ദിവസേന 1,00,000-ഓളം പേരെത്തുന്ന ഡൽഹി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ നടപടികൾക്കൊപ്പം തന്നെ ആരോഗ്യ പരിശോധനയും ഉറപ്പാക്കാനാണ് ശ്രമിച്ചു വരുന്നത്. നിലവിൽ ഇവിടെ 6,000-ഓളം പേരെ പരിശോധന വിധേയരാക്കുന്നു. സംശയ സാഹചര്യത്തിലുള്ള 12 രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരെ വിമാനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ പരിശോധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സംശയ സാഹചര്യം ഇല്ലാത്തവരെ ഇമിഗ്രേഷൻ പൂർത്തിയാക്കി ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉള്ളവരാണെങ്കിൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ ആശുപത്രിയിലോ ഡൽഹിയിലെ RML സഫ്ദർജംഗ് ആശുപത്രിയിലേക്കോ മാറ്റുന്നതായിരിക്കും. ഡൽഹിക്ക് പുറമെ മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലൂടെ എത്തുന്നവരിലാണ് പ്രധാന ശ്രദ്ധ. 21 വിമാനത്താവളങ്ങളിലായി ഇതേവരെ 5.89 ലക്ഷം പേരെ പരിശോധിച്ചു. തുറമുഖങ്ങൾ വഴി എത്തിയ 15,000 പേരെയും പരിശോധിച്ചു വരികയാണ്. കോവിഡ് വൈറസിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാർ പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും വൈറസ് സ്ഥിരീകരിച്ച് 5-ൽ 4 പേർക്കും സ്വയം ഭേദമാകുമെന്നും വിലയിരുത്തലുണ്ടായി. വെല്ലൂർ CMACയിലെ അധ്യാപികയും ബ്രിട്ടൻ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിൽ ഫെലോ ആയ ആദ്യ ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞയുമായ ഗഗൻദീപ് കാങ്ങിന്റെ വിലയിരുത്തൽ ഇതാണ്. ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഡോക്ടറെ കാണേണ്ട സാഹചര്യം ഉണ്ടാകൂവെന്നും അവർ പറയുന്നു. പനിക്കും ചുമയ്ക്കും നൽകുന്ന പാരസെറ്റാമോളിനേക്കാൾ കൂടുതലൊന്നും ഇതിനൊന്നും വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ചൈനയിലടക്കം കോവിഡ് പടർന്നു പിടിച്ച രാജ്യങ്ങളിൽ നിന്നെത്തിയ കപ്പലുകളിലെ ജീവനക്കാരും യാത്രക്കാരും അടക്കം 16,076 പേരെ ഇന്ത്യൻ തീരത്തിറങ്ങാൻ അനുവദിച്ചിട്ടില്ലെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അതേസമയം അവർക്ക് ആവശ്യമായ മറ്റെല്ലാ സഹായങ്ങളും ചെയ്തു നൽകും. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം 452 കപ്പലുകളോടും നിശ്ചിത സ്ഥലങ്ങളിൽ നങ്കൂരമിടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. കൊറോണ വൈറസ് ബാധിച്ചാൽ രോഗലക്ഷണം 2 തുടങ്ങി 10 ദിവസത്തിനകം മനസ്സിലാകും. രോഗസാധ്യതയുള്ളവരെ മറ്റുള്ളവരുമായി ഇടപഴകാതെ 28 ദിവസം മാറ്റി നിർത്തണം. രോഗലക്ഷണം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ അയാളിൽ നിന്നും വൈറസ് പകർന്നിരിക്കും. രോഗബാധിത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ വിമാനത്താവളങ്ങളിലെ സ്ക്രീനിങ്ങിന് വിധേയരാകണം. വീട്ടിൽ ഉള്ള മറ്റു കുടുംബാംഗങ്ങളുമായുള്ള സമ്പർക്കം കർശനമായി ഒഴിവാക്കുക. രോഗിയെ പരിചരിക്കുന്നവർ മാസ്ക്, കയ്യുറ തുടങ്ങിയ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കണം. രോഗിയുടെ ശരീരസ്രവങ്ങളുമായി സമ്പർക്കം ഉണ്ടാകരുത്. രോഗിയെ സ്പർശിച്ചതിന് ശേഷവും രോഗിയുടെ മുറിയിൽ കയറിയതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചാൽ മതി. കൈകൾ തുടയ്ക്കാനായി പേപ്പർ ടവൽ അഥവാ തുണി കൊണ്ടുള്ള ടവൽ ഉപയോഗിക്കുക. തോർത്ത്, വസ്ത്രങ്ങൾ മുതലായവ ബ്ലീച്ചിങ് ലൈൻ, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 3 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് പ്രത്യേകം കഴുകി വെയിലത്ത് ഉണക്കേണ്ടുന്നതാണ്. ചുമയ്ക്കാനോ തുമ്മാനോ തോന്നിയാൽ തൂവാല അഥവാ തോർത്ത് തുണി കൊണ്ട് വായും മൂക്കും മറയ്ക്കുക. പൊതുസ്ഥലത്ത് തുപ്പാതിരിക്കുക. രോഗം സംശയിക്കുന്നവർ നേരിട്ട് ആശുപത്രിയിലേക്ക് പോകരുത്. ആരോഗ്യവകുപ്പിലെ ജില്ലാതല ഓഫീസുകളിൽ അറിയിക്കണം. അവിടെ നിന്ന് നിർദ്ദേശം നൽകും. 24 മണിക്കൂറും വിളിക്കാം. ദിശ ഹെൽപ്പ് ലൈനായ 1056 എന്ന നമ്പർ ലഭ്യമാക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.